അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു ഓഗി ഗെയിംസ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എൻ്റെ പി സിയിലൊന്നുമല്ല, എൻ്റെ ടാബിൽ തന്നെ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ തുടങ്ങാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം. ഒരു പുതിയ ഇതിൽ കുറേ വേൾഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ കുറേ മോഡുകളും ഉണ്ട്. അതായത് എങ്ങനത്തെ ഡീമൺ സ്ലെയറിൻ്റെ, ബെൽറ്റൻ്റെ, പിന്നെ പോർട്ടൽ ഗണ്ണ്, റിസോഴ്സ് പക്കി കയറി നമുക്കിപ്പോൾ കാണാം. അങ്ങനെ കുറേ ഇതുകളുണ്ട്. എൽ ഷെയ്ഡർ, 2 ഷെയ്ഡറുണ്ട്. LBT ഷെയ്ഡറുണ്ട്, എൽ ഷെയ്ഡർ പറഞ്ഞിട്ടുണ്ട്. LBT ഷെയ്ഡർ പറഞ്ഞാൽ ഒരു ഫുള്ളായിട്ട് വെക്കും. എൽ ഷെയ്ഡർ പറഞ്ഞാൽ ഇത് ആകാശം കാണാൻ പറ്റും. എനിക്കത് നല്ല ഇഷ്ടം. ഡബിൾ പീസ്, പോർട്ടൽ ഗണ്ണ്, അബ്സല്യൂട്ട് ഗണ്ണ്, പിന്നെ മാർവൽ ലെജൻസ്, LBT ഷെയ്ഡർ, മ്യൂട്ടൻ്റ് ക്രീച്ചേഴ്സ്, ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. പിന്നെ ക്രാഫ്റ്റ് മോഡ്, പോക്കിമോഡ്, ബെൻ 10, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കളിക്കണം. ഇപ്പോൾ നമുക്ക് എന്തായാലും എൽ ഷെയ്ഡർ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിടാം. അതിൻ്റെ ആകാശം പറയുന്നത് നല്ല രസം, എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ആക്ടിവേറ്റ് കൊടുക്കാം. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലി പോയിട്ട് നമ്മുടെ വീടിൻ്റെ പേരൊന്ന് മാറ്റണം. ഏത് പേരിടുന്നാണ് അറിയാത്തത്. ഏതിടും പേരൊന്ന് ആലോചിക്കട്ടെ. നോവ എന്താ, എങ്ങനെ ഉണ്ടാവും നമ്മുടെ ചാനലിൻ്റെ പേര്? അപ്പോൾ നമുക്ക് നോവ തന്നെ പേരിടാം. ഓക്കെ, നോവ ഇട്ടിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് കൊടുക്കാം. എല്ലാം ഇനി ക്രിയേറ്റ് കൊടുക്കാം. ഇങ്ങനെ കുറച്ചൊന്ന് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ എഴുതി കാണിക്കും. നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇനി നേരെ കളി പോവാം. സർവേ ഇനി നമ്മളിപ്പോൾ എവിടെ സ്പോണാവുക അതൊന്നും അറിയില്ല കേട്ടോ. ഓക്കെ, ഒരു ജംഗിളിലാണ് സ്പോണായിരിക്കുന്നത്. ഇനി നമുക്ക് കട ഈ ഒരു ഷെയ്ഡറിൻ്റെ ആകാശം കണ്ട നല്ല രസമല്ലേ ഇത്. അതുകൊണ്ട് നമുക്കിനി പോയിട്ട് അവിടെ ഒരു കോഴിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് പോയിട്ട് മരമൊക്കെ വെട്ടണം, പിന്നെ ടൂൾസ് ഉണ്ടാക്കണം, പിന്നെ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണം, മറ്റേ ബെഡ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ജംഗിളായതുകൊണ്ട് ഷീപ്പുകളെ കാണുന്നത് നല്ല കുറവാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഒരു മരം പോയി വെട്ടാം. ഈ മരം വെട്ടാലേ. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു കുറച്ച് വുഡ് എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ലാഗ് ആവുണ്ടാവും ഷീപ്പ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇത് കേൾക്കുന്നെങ്കിൽ യൂട്യൂബറൊന്നും അല്ലല്ലോ, എനിക്ക് തുടങ്ങിയിട്ടല്ലോ കാരണം. അപ്പോൾ പിന്നെ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുക, എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. എന്നിട്ടൊരു 8 സ്റ്റിക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെച്ചിട്ട് അതിൽ കയറി ഒരു പിക്കാക്സ്, ഒരു ആക്സും ഉണ്ടാക്കാം. ഓക്കെ, അതും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഷീപ്പുകളിലേക്കൊന്ന് കൊല്ലുകയും വേണം. എന്നിട്ടൊരു ബെഡും ഉണ്ടാക്കണം. ഓക്കെ, ഇനി ഇവിടെ അടുത്ത് പിന്നെ ഈ മെലൻസൊക്കെ നമുക്ക് നല്ല യൂസ് ആവും. അത് ഫുഡ് സോഴ്സിന് നല്ലതാണ്. ഇവിടെ ജംഗിളായതുകൊണ്ട് കുറേ മെലൻസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ലാഗാവും. അതെൻ്റെ ഡിവൈസ് അത്ര വലിയ ഡിവൈസ് ആവാത്തതുകൊണ്ട് അതുകൊണ്ട് കേട്ടോ, അതൊന്ന് ക്ഷമിക്കും. പിന്നെ കൊന്നു ഓക്സിലോട്ട് നോക്ക് നിൽക്കണം അവിടെ. ഞാൻ അത്ര ക്രൂരനില്ല അതിനെ കൊല്ലം. അത് കാരണം നമുക്കിത് ഈ മെലൻസൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ ഇവിടെ അടുത്ത് ലാവാപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും നല്ലതായി. കാരണം നമുക്ക് പോർട്ടലൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ വില്ലേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാളും നല്ലതായി. കാരണം അവിടെ നല്ല ലൂട്ടും ഉണ്ടാവും. അവിടുത്തെ അയൻകുളത്തിന് കൊന്നിട്ട് നല്ല അയണും ഉണ്ടാക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ മെലൻസൊക്കെ എടുത്ത് തത്തമ്മേനെ ടൈം ചെയ്യണോ? വേണ്ട, വെറുതെ പിന്നെ എന്തിനാ തത്തമ്മ. നൈറ്റ് വേറെ ടൈമിൽ സീഡ് എടുക്കണം. എനിക്കൊന്നും വയ്യ, മടിയാണ് മതി. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, വെള്ളത്തേക്ക് ചാടി അത്ര തന്നെ. പിന്നെ അവിടെയും കുറച്ച് മെലൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി എടുക്കാം. ചാടിക്കും. പിന്നെ നമുക്ക് ഇത് മെലൻസ് എല്ലാം എടുത്തിട്ട് ഈ മെലൻസ് പറഞ്ഞാൽ നല്ലൊരു ഫുഡ് സോഴ്സ് ഉണ്ട്. കാരണം ഇത് ഒരെണ്ണം വിട്ടേ തന്നെ 5-6 കിട്ടും. അതുകൊണ്ട് അത് നല്ല ഫുഡ് കിട്ടുന്ന സാധനമാണ്. പിന്നെ നമുക്ക് ഷീപ്പിനെ കണ്ട് അതിനെ ഒന്ന് കൊല്ലണം. അതാണെങ്കിൽ പെട്ടെന്ന് ബെഡ് ഉണ്ടാക്കിയാൽ പിന്നെ രാത്രികളൊക്കെ നന്നായി പോവാം. പിന്നെ ഇവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താൽ വീണ്ടും ലാഗാവുണ്ട്. ഇനി ഇവിടേക്കൊന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇവിടെ ഈ ജംഗിളായതുകൊണ്ട് ഷീപ്പുകൾ അധികം ഉണ്ടാവില്ല ഈ ജംഗിളിൽ. അത് കാരണം ഇവിടെ തത്തമ്മയായിരിക്കും കൂടുതൽ. തത്തമ്മയോ പാണ്ടയോ, ബാംബു ഫോറസ്റ്റിലൊക്കെയാണ് ഈ പാണ്ട ഉണ്ടാവുക. അത് കാരണം അവിടെ കേവൊക്കെ ഉണ്ട്. അതവിടെ വലിയൊരു ഓഷ്യനുണ്ട്. അപ്പോൾ നമുക്ക് ഓഷ്യനൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോവാം. പിന്നെ ഇവിടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടോ നോക്കണം. എന്ത് ലാവ പൂവോ അല്ലെങ്കിൽ റൂയിൻ്റെ പോർട്ടലോ അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തൊരു ബെഡും ഉണ്ടാക്കി റെഡി ആയിട്ട് വേണം നമുക്കൊന്ന്
അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, പിന്നെ ബെഡ് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ രാത്രിയൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. നമുക്ക് കുറച്ച് ഇങ്ങനെ നടക്കാം, ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായി പോകണത്. എന്താ അവിടെ ഒരു കോഴിയൊക്കെ ഉണ്ട്, അവിടെ ഒരു വലിയ മലയുണ്ട്. ഓ വില്ലേജ് 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 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വില്ലേജ് കിട്ടി എത്ര അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു വില്ലേജും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ അയൻകുളത്തിന് തട്ടണം. അയൻകുളത്തിനൊക്കെ ഒന്നൊരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള അയണൊക്കെ കിട്ടും ഉണ്ടായത്. പിന്നെ നമുക്ക് ഇവിടേക്ക് ഒന്ന് ലൂട്ട് ചെയ്യണം. അപ്പോൾ ഇനി ബെഡ് ഉണ്ടാക്കേണ്ട ടെൻഷൻ ഇല്ല, അവിടെ നിന്ന് ബെഡ് നമുക്ക് സുടാം. ഇത് ഇവന്മാരുടെ ഉണ്ടാവുമല്ലോ, ഇവന്മാരുടെ ചെസ്റ്റ് ഉണ്ടാവും, അവന്മാരുടെ ബെഡ് ഉണ്ടാവും, പിന്നെ നല്ല ട്രേഡ് എന്തെങ്കിലും ഉണ്ടാവും, അയൻകോളും ഉണ്ടാവും. അയൺ എടുക്കാം നമുക്ക്. വുഡൻ സോഡ് വെച്ച് അയൺ എടുക്കാൻ പറ്റും. നമ്മളിതൊക്കെ സ്റ്റോൺ ടൂൾസ് ആയിട്ടില്ല, വുഡൻ പിക്കാക്സ് കൊണ്ട് നമുക്ക് അയൺ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വുഡൻ ഇതൊക്കെ ഉണ്ടാക്കാം. വുഡൻ ടൂൾസ്, ഒരു ഫർണസ്, ഫർണസിന് വേണ്ട അതിവിടെ ഉണ്ടാവും. എന്നാലും നമുക്ക് വേണ്ടേ ഒരു 8 മറ്റേ സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൂൾസ് ഉണ്ടാവും. ഫുൾ ടൂൾസ് മീൻസ് മെയിൻ ടൂൾസ് പിക്കാക്സ്, ആക്സ്, സോഡ്. ഒരു സോഡ് ഉണ്ടാക്കാം, പിക്കാക്സ് ഉണ്ടാക്കാം, ആക്സ് ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ 3 ഒരേ സ്ഥലത്ത് വെച്ച് ആക്സ് റെഡി. നമുക്ക് അയൺ മൈൻ ചെയ്യാം. സ്റ്റോൺ പിക്കാക്സ് കൊണ്ട് മൈൻ ചെയ്യാൻ പറ്റും, എല്ലാം കൂടിയത്. ഞാൻ നേരത്തെ വുഡൻ പിക്കാക്സ് കൊണ്ട് ഇപ്പോൾ മൈൻ ചെയ്താണ് ഇത് പോയിട്ടുണ്ടാവും. ആ ഒരു അയണേ അവിടെ ഉള്ളൂ. അവിടുത്തെ ബെഡ് നമുക്ക് അടിച്ച് മാറ്റാം. നമുക്ക് ബെഡും കിട്ടി, ഇനി ടെൻഷൻ വേണ്ട. രാത്രിയൊക്കെ നമുക്ക് ഈസി ആക്കാം. ഈ വില്ലേജ്, ഈ വീടുള്ള ആളെന്നെ എന്ത് ചെയ്യുമെന്തോ, ഒന്നില്ലെങ്കിൽ മരിക്കും സോംബിയുടെ കൈ കൊണ്ട്, അന്നുണ്ടാവുമോ ഉള്ളൂ. അതുകൊണ്ട് ബെഡ് നമ്മുടെ ഇൻവെൻട്രിയിൽ നിന്ന് കയ്യിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിൽ കൂടെ ഒക്കെ ഒന്ന് പോയി ഡാമേജ് അങ്ങനെ അതിലേക്ക് ചാടാൻ നോക്കിയതാ. ഇനി ഇവിടെ പോയി അയൻകുളത്തിനെ കൊന്ന് പിന്നെ നല്ല ഫുഡ് അവന്മാരുടെ ഒരു ഫാം ഉണ്ടാവുമല്ലോ ഇവിടെ. ഞാൻ പിന്നെ കളിക്കുന്ന കുറച്ച് പഴയ വെർഷനിലാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ സ്പിയറൊന്നും ഇതിലില്ല. ആ സ്പിയർക്കുള്ള വെർഷനില്ല, അതിലല്ല ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. അത് കാരണം അതില്ല, ഹാപ്പി കാസ്റ്റ് അതൊന്നുമില്ല. ഞാൻ കുറച്ച് പഴയൊരു ഇതിലാണ് കളിക്കുന്നത്, മൈൻക്രാഫ്റ്റിൻ്റെ. നമുക്ക് ഞാൻ അയൻകുളത്തിൽ നിന്ന് തക്കണം, അതിനാണ് പേര്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് കഴിയൊക്കെ താഴെ വെച്ചിട്ട് നമുക്ക് ഹോളുണ്ടാക്കി ശവലുണ്ടാക്കി. ഞാൻ മറ്റേ ഹേ ബെയിൽസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഹോ ഉണ്ടാക്കി. ശവല കയ്യിൽ ഇരിക്കട്ടെ, ആവശ്യമില്ല. ഇനി നമുക്ക് ഹോ എടുത്തിട്ട് ആ ഒരു ഹേ ബെയിൽസ് ഒക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടാം. എൻ്റെ ഫ്രണ്ട് ചെയ്തിരിക്കണം, എന്നെ നോക്കിയിട്ടിരിക്കണം. അതുകൊണ്ട് നമുക്ക് ആൻകുളത്തിന് പെങ്ങയിലും പറ്റാം. 3 ബ്ലോക്ക് കൊണ്ട് മേലേക്ക് ചെയ്യണം. ഓക്കെ, ആൻകുളത്തിന് റെഡി. ചാടി 2-3 അടി എടുക്കാം. എത്തും ഷീപ്പിനൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. കൊണ്ടാ ഷീപ്പിനൊന്നുമില്ല. ചാടാം. അയ്യോ ഓടിക്കോ. അയ്യോടാ ചത്തടാ. ഇനി ഞാൻ മറ്റേ അവിടെ തന്നെ സ്പോണാവൂലേ. എന്നാലും എനിക്ക് വഴി അറിയാം ഇങ്ങോട്ട് വരാനുള്ളത്, അതുകൊണ്ട് സീനില്ല. അയൻകുളത്തിൻ്റെയും ചത്ത അത്രയും സാധനവും പോയി. അവനെ ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തു. അവ അടുത്തേക്ക് വരട്ടെ, കൊല്ലും ഞാൻ, ശരിക്കും കൊല്ലും. ഒന്ന് ചെറിയൊരു ലാഗിൻ്റെ പ്രശ്നമുണ്ട്, അതാണ് ലോഡാവാത്തത്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇനി നമുക്ക് ആ വില്ലേജിലേക്ക് തന്നെ ഒന്നുകൂടെ തിരിച്ചു പോകണം. അതിന് നല്ല പണിയാണ്. എനിക്ക് വഴി ഓർമ്മയുണ്ട്, എന്നാലും അതിൽ കൂടെ തന്നെ പോവാം. അവിടെ ഒരു വലിയ കേവ് ഉണ്ട്, പിന്നെ ആടിയൊരു പുഴയുണ്ട്. ആ പുഴ മീൻസ് ഒരു അതാ ഇതേപോലെ ഈ വഴിയാണ് ഒരു കേവിൽ കൂടെ, കേവിൻ്റെ സൈഡിൽ കൂടെ. ഇതന്നെ അത് വഴി തന്നെ. അതാ കേവ്. അതെടുക്കണ്ട, പാൻഡ ഉണ്ടോ അവിടെ? ഈ ജംഗിളിൽ പാൻഡയും ഒരു തത്തമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് വേറെ കാര്യമാണ്. പിന്നെ തത്തമ്മനാണെങ്കിൽ നമുക്ക് ടീം ചെയ്യാം. ഇവിടെ സീഡ് നമുക്ക് വെറുതെ പുല്ല് വെട്ടിയാൽ കിട്ടും, ഈ വഴി തന്നെ. പക്ഷെ ഞാൻ ടൈം ചെയ്യണില്ല ഇങ്ങനെ. നമ്മൾ വില്ലേജ് കൊണ്ട് അതിൻ്റെ ബിൽഡിങ്. അപ്പോൾ നമുക്കിന് എന്ത് ചെയ്യാം, ഇനി എന്ത് ചെയ്യാം, അയൻകുളത്തിൽ പോയി തട്ടണം. അവനെ കൊന്നു, എനിക്ക് ദേഷ്യം വന്നു. വെള്ളത്തേക്ക് ചാടും, വെറുതെ ഇങ്ങോട്ട് ഡാമേജ് എടുക്കണ്ട. ഓക്കെ, ഈ വഴിയല്ല, മറ്റേ വഴി. അതുകൊണ്ട് നമുക്കത് ഈ വഴി പോയിട്ട് അവിടെയാണ് ആ ഹേ ബെയിൽസ്. ഇതല്ല, അതിൻ്റെ മേലെ ഒരു ഭാഗം.
എന്നാലും എൻ്റെ ബുദ്ധിയിൽ കറക്റ്റ് ചത്തിട്ട് അതേ സ്ഥലത്ത് കൂടെ തന്നെ ഉണ്ട്. ഏതാ? എൻ്റെ ഞാനും ഐൻസ്റ്റീനൊക്കെ ഒരുമിച്ച് പഠിച്ചു. അതാണ് ഇത്രയും ബുദ്ധി. ഐൻസ്റ്റീൻ ഒരേത്, എനിക്ക് ഒരേ ബുദ്ധി. അതാണ്. അപ്പോൾ നമുക്ക് ഇനി അയൺ ഗോളത്തിന് തട്ടണം. എനിക്ക് ഇവിടെ തന്നെ വന്നത് വടങ്ങടി വട കളിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ എന്താ പേടിച്ചാ വട ഇനി നമുക്ക് ഇവിടെ നിന്ന് നൈസിൽ കൊല്ലാം. എന്താ അയ്യോ വലിയ നീ ഇങ്ങനെ വരണം പറഞ്ഞു വരുമോ? ഇപ്പോൾ ചത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും നമുക്ക് അതിന് കൊല്ലാം ബട്ട് ഇപ്പോഴല്ല. നമുക്ക് എന്തായാലും ഈ വീടിൻ്റെ ഉള്ളിൽ കയറി കൊല്ലാം. നമുക്ക് നല്ല ബുദ്ധിയുണ്ട്. അടച്ചിട്ട് നമുക്ക് അവൻ വരുന്നുണ്ട്. അതാ വരുന്നുണ്ട്. ഇനി നമുക്ക് ധൈര്യം കോബിൾ സ്റ്റോൺ എടുത്ത് അവിടെ വയ്ക്കാം. എന്നിട്ട് ഡോർ തുറക്കുമ്പോൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അവനെ അടിച്ചടിച്ച് വയ്ക്കാം. ആദ്യം നോക്കണം രാവിലെ കൊല്ലാൻ. നിനക്ക് രാവിലെ ഓരോ ടൈം ഉണ്ടാവും. ഓക്കെ ഇനി അവൻ എവിടെ? ജനലിൽ കൂടെ നോക്കാം. ഫ്രണ്ടിക്ക് നോക്കാം. ധൈര്യം ഫ്രണ്ടിക്ക് നോക്കാം. ആടാ അവനവിടെ വരുന്നില്ലേ? അവിടെ അങ്ങനെ നമ്മൾ അവനെയും കൊന്നു. എന്നെ കൊന്ന അങ്ങനെയാണ് അവനിക്ക് ശിക്ഷ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി അവൻ്റെ അതൊക്കെ എടുത്തിട്ട് പിക്കാക്സ് ഉണ്ടാക്കാനുള്ള കിട്ടുമോ? എത്ര 2 അയണേ ഉള്ളൂ. ചോദിച്ചിട്ട് പോകണം. ഷവൽ ഉണ്ടാക്കാം. ഷവലും കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. 4 ഉണ്ടെങ്കിൽ പിന്നെയും ഒരു ബൂട്ടെങ്കിലും ഉണ്ടാക്കാം. അതിപ്പോൾ 2 ഉള്ളൂ. 3 കൊണ്ടൊക്കെ ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. അതിനൊന്നും പറ്റില്ല. ഇനി നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? എന്താ എടുക്കുന്നില്ല. അവിടത്തേക്കൊന്ന് ലൂട്ട് ചെയ്യണം എനിക്ക്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഹെയർബെയിൽസൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നത്. അതിൻ്റെ തണ്ണിമത്തനും ബെഡും അവിടെ കിടക്കുന്നത്. പിന്നെ എൻ്റെ കൈക്ക് ആ ഹോ കിട്ടിയില്ലല്ലോ. ലാഗ് ചെറിയൊരു ലാഗ് ഉണ്ട്. ചെറുതല്ല, നന്നായിട്ടുണ്ട്. ഇടക്കിടക്ക് വരുന്നുണ്ട് ഈ ലാഗ്. എന്നിട്ട് ആ ഹോ എടുത്ത് അവിടെ ഉണ്ട് ഹോ. പിന്നെ ഈ ഹോ എടുത്തിട്ട് ഈ ഹെയർബെയിൽസൊക്കെ കളക്ട് ചെയ്ത് നല്ല ബ്രെഡ് ഉണ്ടാക്കും. ബ്രെഡ് പറയുമ്പോൾ കുറേ നമുക്ക് 5 ആണ് കിട്ടിയ ഇല്ലില്ല 4 കിട്ടി. 2 പോലെ തോന്നിയതാണ് എനിക്ക്. ഞാനിപ്പോൾ ഇൻവെൻ്ററി പറഞ്ഞപ്പോഴാണ് കണ്ട്. അപ്പോൾ നമുക്കിന്ന് എന്തായാലും ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. നമുക്ക് വെള്ളത്തിൻ്റെ മേലെ മറ്റേ ഹെയർ സ്പൂൺ ആയിരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമല്ലോ. ഗേറ്റ് വഴി പോകാം. നമുക്ക് മാന്യമായിട്ട് പോകാം. പൊട്ടിക്കാൻ വേണ്ട. അത് വില്ലേജസിൻ്റെ അല്ലേ. മോഷ്ടിക്കാനൊക്കെ ഓക്കെ. പൊട്ടിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ പോയി. ഇതൊരു പാവമായിരുന്നു. ഹെയർബെയിൽസ് ഇടയിൽ കൂടെ എന്താ ഗ്ലിപ്പിടിച്ച് കയറിയിരുന്നു. അത് കാരണം അതിൻ്റെ ഉള്ളൊരു അനുമതി നമുക്ക് ഹെയർബെയിൽസ് കൂടെ ചാടി പോയിട്ട് അപ്പുറത്ത് പോയത്. അവിടെ ഇവിടെ ഫുൾ ഹെയർബെയിൽസ് നമ്മൾ കളക്ട് ചെയ്തു. ഇനി നമുക്ക് പറഞ്ഞാൽ അപ്പുറത്ത് വന്നുകൊണ്ട് കുറച്ച് നമുക്ക് മറ്റേ MLG ബെഡ് വെച്ചിട്ടുള്ള MLG. ഓക്കെ MLGക്ക് അതിൻ്റെ ഹാർട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ചാടിയ 1.5 ഹാർട്ട് പോകും. 2 ഹാർട്ട് 1.5 ഹാർട്ട്. ഇനി ഇവിടെയുള്ള ഹെയർബെയിൽസ് നോക്കിയാൽ ലാഗ് പോയി. ഇനി ഇവിടെയുള്ള ഈ ഹെയർബെയിൽസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ വീഡിയോ ചെയ്യാലോ. കുറേ 14 മിനിറ്റ് 5 മിനിറ്റ് എന്തോ ആയി. അതുകൊണ്ട് 13 മിനിറ്റ് നമ്മൾ ഈ ഹെയർബെയിൽസൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് ബ്രെഡിനാണ് പിന്നെ ഓഫ് ക്യാമറ ആയിരുന്നു. എനിക്ക് കുറച്ച് ഗ്രൈൻഡാണ്. ഞാൻ ക്രിയേറ്റീവ് ആക്കില്ല കേട്ടോ. ക്രിയേറ്റീവ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ മെസ്സേജിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ എപ്പോഴും ഒന്ന് കാണിച്ചു തരാം. ഞാൻ ക്രിയേറ്റീവ് ആക്കില്ല. ഞാൻ അത്ര കള്ളനല്ല. പിന്നെ ഞാൻ ഇനി ഈ മെറൻസ്ക്കൊന്ന് കഴിച്ചു വേണം. പക്ഷേ പിന്നെ കൂടി തട്ടിയാലും കോവിച്ചിട്ട പോലെയാണ് പാത്താക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഹോയും പൊട്ടി. ഇനിയിപ്പോൾ അവനെ കൊല്ലേണ്ട പാവോളം. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതിൽ കുറച്ച് ബ്രെഡ് ഉണ്ട്. എന്തായാലും നമുക്കിവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെ താങ്ക്സ്. അപ്പോൾ ഇനി നമുക്ക് വലിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതുവരെ കണ്ടവരിലേക്ക് താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും